എവിടെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്ന റൂഹ് കരയുന്നത് നബിയേ, നൊമ്പരപ്പെടുന്നത് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ, ഒന്നാമത് എപ്പോഴാണ് റൂഹ് നിലവിളിക്കുന്നതെന്നറിയോ? നമ്മുടെ മരണപ്പെട്ടു പോകുമ്പോ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന റൂഹ് ഒന്നാമത് പൊട്ടിക്കരയുന്നത് എപ്പോഴെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ മരണപ്പെട്ടു പോയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവര്, ഈ ചക്കുവള്ളിയുടെ മജ്‌ലിസിൽ വെച്ച് ആരെങ്കിലും മരിച്ചു പോയാൽ അല്ലാഹു ദീനിന് വേണ്ടി ഒരുപാട് സ്റ്റേജുകൾ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. മാസങ്ങളോളം ദിവസങ്ങളോളം എത്രയോ സ്ഥലങ്ങൾ ചെന്ന് വാല് പറയാമെന്ന് പറഞ്ഞ് ആരോഗ്യം കുറവാണെങ്കിലും കുറവല്ല, എന്റെ റഹ്മാനായ പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറയാനുള്ള ആഫിയത്ത് മരിക്കുന്നത് വരെ ഈ പാവപ്പെട്ടവനെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂലിനെ കച്ചവട കണ്ണോടുകൂടി കണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ആ ഹബീബായ നബി തങ്ങള് നടുറോട്ടിലിട്ട് തവിട്ട് പേച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബ് ഭയങ്കരമായ പക്ഷപാതിത്വമില്ലാതെ മനസ്സ് തുറന്നു പറയാൻ കൊതിയുള്ളവനാണ്. അതുകൊണ്ട് മരിക്കുന്നവര് അത് പറയാനുള്ള ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സ്റ്റേജിലെങ്ങ് മരിച്ചു പോരാൽ എന്താ നിങ്ങൾ ആദ്യം ചെയ്യുക? പെട്ടെന്ന് വന്നിട്ട് കണ്ണങ്ങോട്ട് തിരുമിയടയ്ക്കുന്ന കൈകാലുകളൊക്കെ മടക്കുകയും നോക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്താ? എന്റെ വസ്ത്രം അഴിച്ചു മാറ്റലല്ലേ, എന്റെ വസ്ത്രമൂരി മാറ്റലല്ലേ. ആ മയ്യത്തിന്റെ വസ്ത്രം, ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം അങ്ങോട്ട് അഴിച്ചു മാറ്റുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞുപോയ റൂഹുണ്ടല്ലോ, ആ റൂഹ് പറയുന്നു, യാ ജമാഅത്തി അസ്റായീൽ റൂഹ് പിടിച്ചതിന്റെ വേദന തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് പതുക്കെ വലിച്ചൂരിയെടുക്കണേ. നിങ്ങൾ ആ വസ്ത്രം അഴിച്ചെടുക്കുമ്പോ, ആ ശരീരം കുലുങ്ങുമ്പോ ആ ശരീരത്തിന്റെ വേദന ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പതുക്കെ ഡ്രസ് വലിച്ചൂരടേ എന്ന് നമ്മുടെ റൂഹ് മാറി നിന്നുകൊണ്ട് പറയുമ്പോ, എന്റെ സഹോദരിമാരെ, മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവര് വന്ന് നമ്മുടെ ഡ്രസ് മാറ്റട്ടെ. ഭാര്യ ഡ്രസ് മാറുമ്പോ റൂമിന്റെ അകത്ത് ഭർത്താവ് നിന്നാൽ ആ ഭർത്താവിനോട് പോലും പറയാറുണ്ട്, ഇക്കാ ഒന്ന് മാറി നിൽക്കണം, ഒന്ന് മാറി നിൽക്കണം ഇക്കാ, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. കാരണം നമുക്ക് ലജ്ജയെന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, വിധങ്ങളുടെ സമുദായത്തിന് ആവശ്യമുള്ളതാണത്. അല്ലാഹു നമുക്ക് നിർബന്ധമായും തന്നനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരു റൂമിന്റെ അകത്ത് 3 കൂട്ടുകാരാണ് താമസിക്കുന്നതെങ്കിലോ നമ്മൾ ഡ്രസ് മാറുമ്പോ കൂട്ടുകാരൻ കാണാതെ വാതിലിന്റെ മറവിലോ റൂമിന്റെ മൂലയ്ക്കോ മാറും ലജ്ജയല്ലേ. എന്നാ നീയൊന്നും മരിച്ചു കിടക്കുമ്പോ നിന്റെ അനുവാദമില്ല. സാറുവാക്കൾ മരിക്കുമ്പോ സാറേ നിങ്ങളുടെ ജുബ്ബ അഴിക്കട്ടെ എന്ന് ഒരു അനുവാദം ചോദിക്കാൻ നിൽക്കാറ്. എന്റെ ജുബ്ബയുടെ ബട്ടൺ സഹിക്കൂലേ, എന്റെ തുപ്പിയൂരൂലേ. ആ സമയത്താണ് എന്റെ റൂഹിന് വല്ലാത്ത വേദനയുണ്ടാകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആത്മഹത്യ ചെയ്തവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? മോർച്ചറിയിൽ വെക്കേണ്ടി അവസ്ഥ വരുന്നവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? വാഹനാപകടത്തിൽപ്പെട്ട് നടുറോട്ടിൽ പിടഞ്ഞു മരിക്കുന്നവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിധിക്കപ്പെട്ടാൽ അവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 6 മയ്യത്തുകളുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് കണ്ടവനാണ്. എത്രയോ ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും എല്ലാം ഉണ്ടല്ലോ. പോലീസുകാര് കത്രിക കൊണ്ടുവന്നിട്ടല്ലേ മോനെ നിന്റെ പാന്റ് അടിച്ചു മാറ്റുന്നത്, മോളെ നിന്റെ ചുരിദാറ് വെട്ടി മാറ്റുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓയൂർ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ ഒരു പ്രിയപ്പെട്ട കാമുകി
ആ കാമുകി വേറെ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞ് നട്ടല്ലില്ലാത്തവനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ. എന്തിനാണ് പോലെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി അല്ലാഹു കനിഞ്ഞരുളിയ മനോഹരമായ ശരീരത്തെ കൊണ്ടുപോയി എന്തിനാണ് മോനെ നീ കൊലയ്ക്ക് കൊടുക്കുന്നത്? എത്ര മയ്യത്താണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്? എത്ര മയ്യത്താ മോർച്ചറിയിൽ നിന്നും നാഥനില്ലാതെ കിടക്കുന്നത്? അല്ലാഹു അങ്ങനെയുള്ള അവസ്ഥയെത്തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 5 മാസം മുമ്പ് ദുബായിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. അതേ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് ചാടി വന്നിട്ട്, കഫീറിന്റെ അടുത്തുനിന്ന് ചാടി വന്നിട്ട്, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച സഹോദരന് നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു. ആർക്കും അറിയാൻ വയ്യ, കൊണ്ടുവരാൻ ആളില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല. 5 മാസമാണ് മോർച്ചറിക്കകത്ത് സൂക്ഷിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാദാപുരത്തുള്ള ഇസ്മായിലെന്ന സഹോദരൻ അതറിയാൻ ഇടവന്നപ്പോ തിരുവനന്തപുരത്തുകാരനാണ് മരിച്ചതെന്ന് മനസ്സിലായപ്പോ അവിടെയുള്ള ഉസ്താദിന് എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഇമെയിൽ ID പറഞ്ഞു തന്നാൽ ആ സഹോദരന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എത്തിച്ചു തരാ. അങ്ങനെ അന്ന് ഞാൻ പ്രസംഗത്തിന് പോലെ മൂവാറ്റുപുഴ സഹാരി ലോഡ്ജിന്റെ ആ ഇമെയിൽ ID പറഞ്ഞു കൊടുത്തു. അതിലേക്ക് ആ സഹോദരനാ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു. സുബ്ഹാനല്ലാഹ്, നെടുമങ്ങാട് ഓരോത്തമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെറിയ വീട്ടിന്റെ അകത്തൊരു ഉമ്മയും മോളുമാണ്. ഈ ഉമ്മാടെ ഭർത്താവ് ഈ മോളെ ഉപ്പത്തിയാണ് മരിച്ചുപോയത്. അന്ന് ഒഴിച്ച വീട്ടിൽ ചെന്നപ്പോ വിവരം തിരക്കിയപ്പോ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരാടെ പോയെന്ന് ചോദിച്ചപ്പോ ആ സഹോദരി പറയുന്നു, ഉസ്താദേ വാടക കൊടുത്തിട്ട് 3-4 മാസമായി എന്റെ ഭർത്താവ് പൈസ അയക്കുന്നില്ല, എന്റെ ഭർത്താവ് പണമയക്കുന്നില്ല, മോളെ പഠിത്തം മുടങ്ങി നിൽക്കാണ്, 1 രൂപ അയച്ചിട്ട് 7 മാസത്തിൽ കൂടുതലായി എന്നൊക്കെ പൊട്ടിക്കരന്നുകൊണ്ട് പറയുമ്പോ നിങ്ങളുടെ ഭർത്താവ് 5 മാസമായി മരിച്ചുപോയി എന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കഴിയും പെണ്ണേ? അല്ലാഹു എപ്പോഴാണ് മരണം കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അവസാനം ആ ഉമ്മാടെയും പ്രിയപ്പെട്ട മോളുടെയും സമ്മതപത്രം എഴുതി വാങ്ങിച്ചിട്ടാണ് ദുബായിൽ ആ പ്രിയപ്പെട്ട സഹോദരന് 5 മാസത്തിന് ശേഷം കബറടക്കി പോയത് എങ്കിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അത്തരമൊരവസ്ഥയിൽ മരിക്കുന്നതിനെ തൊട്ട് റഹ്മാനായ പടച്ചതമ്പുരാ അമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴും കാത്തിരിക്കുന്ന സഹോദരിമാരില്ലേ, 1 മാസമായി ഉസ്താദേ ഒരു വിവരവുമില്ല, 2 മാസമായി ഉസ്താദേ ഒരു വിവരവുമില്ല. അല്ലാഹു അങ്ങനെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ അല്ലാഹു പൂവണിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ കരയിപ്പിക്കാതിരിക്കട്ടെ, അവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ. കാരണം വിദേശ രാജ്യത്ത് പോലെ ഭർത്താവ് ഒറ്റപ്പെട്ട് വർഷങ്ങളായി കഴിയുമ്പോ തന്റെ ഭാര്യയെ കാണാതെ, മക്കളെ കാണാതെ നെഞ്ചിടിപ്പോടെ നൊമ്പരത്തോടെ കഴിയുമ്പോ അവര് വരുന്നതൊരു സന്തോഷമല്ലേ? അതുകൊണ്ട് മറക്കല്ല പെണ്ണേ, വിദേശ രാജ്യത്ത് നിന്ന് വന്ന് കൂട്ടുകാരന്റെ ഭർത്താവ് അയക്കുന്ന നാണയപ്പെട്ടുകൊണ്ട് പണം കൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് പഠിച്ചു പൊളിച്ചു ജീവിക്കുന്ന പെണ്ണേ, ആ ഭർത്താവിന് അപകടം അടുത്തിരിക്കുന്ന മറക്കല്ലേ. നിന്റെ ആഡംബരം കൊണ്ട് ഭർത്താവാണ് നശിച്ചു പോകുന്നത് മറക്കല്ലേ. അതുകൊണ്ട് ആ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ, അല്ലാഹുവിനെ അനുസരിക്കണേ. അതുകൊണ്ട് ആദ്യമായിട്ട് റൂഹ് നിലവിളിക്കുന്നത് നമ്മുടെ വസ്ത്രം അടിച്ചു മാറ്റുമ്പോഴാണ്. സമയമില്ല, വിശദീകരിക്കുന്നില്ല. രണ്ടാമത് എപ്പോഴാണെന്ന് നബിതങ്ങളോട് ചോദിക്കുമ്പോ എപ്പോഴാണെന്നറിയോ രണ്ടാമത് നിലവിളിക്കുന്നത്? ആ മയ്യത്തിനെ വെള്ളപ്പിടി കൊണ്ട് മൂടിയങ്ങ് കിടത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറയുന്നതെന്താ? പെട്ടെന്ന് വരണേ, പള്ളിയിൽ കബർ വെട്ട് ശരിയായിരിക്കുകയാണ്, അതുകൊണ്ട് കുളിപ്പിക്കാനുള്ള നേരമായെന്ന് പറയുമ്പോ, കുളിപ്പിക്കാനുള്ള സമയമായെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരാൾ
ഒരാൾ തലയുടെ ഭാഗത്ത് പിടിക്കുന്നു. ഇന്നലെ വരെ ഈ ചക്കുവള്ളിയുടെ പരിസരത്ത് എത്ര അത്യാഗ്രഹത്തോട് ആഡംബരത്തോട് അഹങ്കാരത്തോട് നെഞ്ചു വിരിച്ച് നടന്നവരാണടാ നീ. ഇന്ന് രണ്ടുപേര് തലയിൽ പിടിക്കുന്നു, രണ്ടുപേര് നടുവിൽ പിടിക്കുന്നു, രണ്ടുപേര് കാലിൽ പിടിക്കുന്നു. എന്നിട്ട് വളയാതെ കുലുങ്ങാതെ ഏസിയിട്ട കാറിന്റെ കത്ത് ചാരിയിരുന്ന പോയോര്, നാട്ടിലുള്ള പാവപ്പെട്ടവരെ ചവിട്ടി തേച്ചവര്, പള്ളിയെന്ന് പറയുമ്പോ അരോചകത്വം നിറഞ്ഞ മനസ്സോടെ പുച്ഛിച്ചു തള്ളിയവരെ, അല്ലാഹുവിന്റെ ബാങ്കിന്റെ മറുപടി കൊടുക്കാറ് പേപ്പറ്റിയെ പോലെ ദുനിയാവിന് വേണ്ടി തപ്പൊതുങ്ങാൻ വിധിച്ചവരെ, ഇനിയെങ്കിലും രക്ഷയുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്ര സമയമാ പാഴാക്കിക്കളഞ്ഞത്. അതിരാ സമയത്ത് അന്യപുരുഷന്മാരുടെ കൂടെ ഫോണിൽ കുഞ്ഞിക്കുഴയുന്ന പെണ്ണേ, പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ, ആ മൊബൈലിനകത്തോട് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഒരു ദിവസം ഒരു 10 അന്യപുരുഷനുമായിട്ടെങ്കിലും സംസാരിക്കുമ്പോ അതിന്റെ പാപം ആർക്കാണ് മോനെ? വാപ്പയായ നിനക്കാണ് മോനെ. വാപ്പ എന്ന് പറഞ്ഞ് വയറുറവിൽ നടന്നാ പോരാ, ആ പെണ്ണ് ചെയ്ത പെണ്ണാടിപ്പറത്തിന്റെ ഫലങ്ങൾ മുഴുവനും അനുഭവിക്കുന്നത് നീയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അതാ 4 പേര് പിടിച്ചുകൊണ്ട് മയ്യത്ത് കെട്ടില് ഒരു പായ വിരിച്ചിട്ടോ, ഒരു ഡെസ്ക് പിടിച്ചിട്ടോ, അതിന്റെ മുകളിൽ നിന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. കുളിപ്പിക്കാൻ പോവാണ്. ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ കുളിപ്പിക്കാൻ? എന്റെ ചക്കുവള്ളിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ആരുണ്ട് മോളെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? ആരുണ്ട് മോളെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? മക്കളെ ഉണ്ടാക്കി മൃഗങ്ങളെ പോലെ ക്രിക്കറ്റിനും ഫുട്ബോളിനും സിനിമയ്ക്കും വേണ്ടി പറന്നുവിട്ട പ്രിയപ്പെട്ട ഉപ്പ, മദ്രസയിൽ ഒരു 5ാം ക്ലാസ് വരെയെങ്കിലും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് സമയം ലഭിച്ചില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സംഘാടകര് പറഞ്ഞതാണ് സാറേ, ഈ പരിപാടികളും നെറ്റിന്റെ ചിലവുകളും ആരെങ്കിലും കൊടുക്കുന്ന പൈസ, അതിന്റെ ലാഭം എത്ര ബാക്കിയുണ്ടോ ആ പൈസ മുഴുവനും നമ്മുടെ മദ്രസക്ക് ബെഞ്ച് വാങ്ങാൻ, ഡെസ്ക് വാങ്ങാൻ വേണ്ടി ചിലവഴിക്കാന്ന് പറഞ്ഞപ്പോ മനസ്സിന് സന്തോഷം തോന്നി.